ഹലോ ഗീസ്, ഇതാണ് നമ്മുടെ കടുക്കാച്ചി മാവ്. ഈ പ്രാവശ്യം നിറയെ പൂത്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, നല്ല കൊടും ചൂടല്ലേ. ആ ചൂട് കൊണ്ട് മുക്കാൽ ഭാഗവും മാങ്ങയും പൊഴിഞ്ഞു പോയി. എന്തായാലും നമ്മുടെ ആവശ്യത്തിനുള്ള കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് പറിച്ചെടുത്ത് അച്ചാറിട്ട് നോക്കാം. അങ്ങനെ നമ്മുടെ മാങ്ങയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ദേ നോക്കിയേ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. നമ്മുടെ മാങ്ങാക്കുട്ടന്മാരെ നല്ല രീതിയിൽ കഴുകിയെടുക്കാം. മാവ് പൂത്തു തുടങ്ങിയപ്പോൾ തന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഗൈസ്. പൂത്തു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ തന്നിരുന്നു ഈ പ്രാവശ്യങ്ങളും കുറച്ച് മാങ്ങ തിന്നാന്നുള്ളത്. പക്ഷെ ഒന്നും നടന്നില്ല ഗൈസ്. അയ്യോ, കഥ പറഞ്ഞ് അങ്ങ് പോവാണല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ബാക്കി പരിപാടിയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ നമ്മുടെ മാങ്ങയെല്ലാം നല്ല രീതിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയ വെള്ളമൊക്കെ പോകാനായിട്ട് നമുക്കൊരു തുളയുള്ള പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ നൂറി ഇറങ്ങട്ടെ. ശേഷം നമുക്ക് നല്ല രീതിയിൽ ഓരോ മാങ്ങയും എടുത്ത് തുടച്ചു കൊടുക്കണം. ഒട്ടും ജലാംശം പാടില്ല കേട്ടോ. വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അച്ചാർ ചള്ളായിപ്പോവും. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ക്ലീനാക്കി വെള്ളമൊക്കെ തുടച്ചെടുക്കണം. അങ്ങനെ നമ്മൾ കഴുകിയെടുത്ത മാങ്ങയെ വൃത്തിയായി തുടച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി. ഇനി നമുക്ക് മാങ്ങയെല്ലാം കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് വലിയ പീസായിട്ട് ഓരോ മാങ്ങയെടുത്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഇത്രയും ഈ ഒരു പാത്രത്തിന് അത്രയും കിട്ടിയിട്ടുണ്ടേ. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയെ ഒരല്പസമയത്തേക്ക് നമുക്കൊന്ന് വെയിലത്തേക്ക് വെക്കാം. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വേഗം തന്നെ വലിഞ്ഞു കിട്ടിക്കോളും. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടേ. നല്ല വെയിലുണ്ട്. അപ്പോൾ നല്ല വെയിലുള്ള ഈ ടൈമിൽ നമുക്ക് ഒരു പാ വിരിച്ചു കൊടുക്കാം. അതിലോട്ട് മാങ്ങയിട്ട് കുറച്ച് നേരം വെയിൽ കൊള്ളാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചട്ടി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അച്ചാർ പൊടിയും ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ ചൂടാകുന്നോടം വരെ ഇളക്കി കൊടുക്കുക ആണ് നമ്മുടെ അടുത്ത പരിപാടി. ആ സെയിം ചട്ടി തന്നെ ഒന്നും കൂടെ നല്ല രീതിയിൽ ചൂടാക്കുക. ചൂടാക്കിയിട്ട് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എണ്ണയൊന്ന് തിളച്ച് വരുമ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉലുവായും കടുകും ഇട്ട് കൊടുക്കാം. രണ്ടും പൊട്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ മൂത്ത് വന്നിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയെയും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ, അച്ചാർ പൊടി മുളക് പൊടിയും മൂപ്പിച്ചത് അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. നമ്മൾ അച്ചാറിൻ്റെ അകത്ത് ഉപ്പ് ചേർത്തിട്ടേ ഇല്ല. അപ്പം നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലോട്ട് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ അങ്ങ് ഉപ്പ് ചേർത്ത് കൊടുത്തോണേ. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടി ഐറ്റംസ് ഉണ്ടല്ലോ, അതിലോട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ശേഷം എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ അതിലോട്ട് ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ മാങ്ങ അച്ചാറിൻ്റെ ഫൈനൽ പരിപാടിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പം നമുക്കിതൊരു നല്ലൊരു ഭരണിക്കകത്തിട്ട് വെക്കണം. നമുക്ക് ഏകദേശം 1 മാസം കഴിഞ്ഞ് വേണം ഈ ഭരണി ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഭരണിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി ഏകദേശം ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒരു വെള്ള തുണി എടുത്ത് കാറ്റൊക്കെ കയറാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ കെട്ടിക്കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്